രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഒന്നിച്ച് വയനാട്ടിലേക്ക് എത്തുകയാണ്. ജൂലൈ 2ാം വാരം ഇരുവരും വയനാട് സന്ദർശിക്കും. രാഹുൽ ഗാന്ധി ഒഴിഞ്ഞ വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ പ്രിയങ്ക ഗാന്ധി മത്സരിക്കുമെന്ന് പ്രഖ്യാപിച്ച ശേഷമുള്ള ഇരുവരുടെയും ആദ്യ സന്ദർശനമായിരിക്കും ഇത്. പ്രചരണത്തിന് മുൻപ് സൗഹൃദ സന്ദർശനമായാണ് വയനാട്ടിലെത്തുക. അതേസമയം വയനാട് മണ്ഡലം ഒഴിവാക്കി റായ്ബറേലി മണ്ഡലം നിലനിർത്തുന്നതായി അറിയിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധി ലോക്സഭാ സ്പീക്കറുടെ ഓഫീസിന് കത്തു നൽകിയിരുന്നു. ഇതിനിടെ പ്രിയങ്കയുടെ വയനാട്ടിലെ സ്ഥാനാർത്ഥിത്വത്തിനെതിരെ BJP രംഗത്തു വന്നു. ധൈര്യമുണ്ടെങ്കിൽ റായ്ബറേലിയിൽ പ്രിയങ്ക മത്സരിക്കണമെന്നായിരുന്നു BJP നേതാവ് അമിത് മാളവ്യ പറഞ്ഞത്. ഭീരുവിനെ പോലെ വയനാട്ടിലേക്ക് ഓടിപ്പോയെന്നും അമിത് മാളവ്യ ആരോപിച്ചിരുന്നു. UPയിൽ BJPയെ നേരിടുകയായിരുന്നു ചെയ്യേണ്ടിയിരുന്നതെന്നും എന്നാൽ ഭീരുവിനെ പോലെ അവർ വയനാട്ടിലേക്ക് ഓടിപ്പോയെന്നുമാണ് അമിത് മാളവ്യ വിമർശിച്ചത്. അതേസമയം കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യം കൂടി കണക്കിലെടുത്താണ് കോൺഗ്രസ് നേതൃത്വം പ്രിയങ്കയെ വയനാട്ടിൽ സ്ഥാനാർത്ഥിയാക്കിയതെന്നാണ് വിവരം. കേരളത്തിൽ കോൺഗ്രസിനെ രാഷ്ട്രീയമായി സഹായിക്കുമെന്ന വിലയിരുത്തലിലാണ് തീരുമാനം. BJPക്ക് സ്ത്രീകളുടെ ഇടയിൽ പിന്തുണ കൂടുന്നതും കോൺഗ്രസ് വിലയിരുത്തുന്നുണ്ട്. പ്രിയങ്കയ്ക്ക് ഹിന്ദു വോട്ടുകളും സ്വാധീനിക്കാനാകുമെന്നും നേതാക്കൾ കണക്കുകൂട്ടുന്നു. ഇതിനിടെ സുരേന്ദ്രൻ കിട്ടിയ അവസരം മുതലാക്കി. വയനാട് തന്റെ കുടുംബമാണെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞതിന്റെ പൊരുൾ ഇപ്പോഴാണ് വയനാട്ടുകാർക്കും മലയാളികൾക്കും മനസ്സിലായതെന്നും വയനാട് തന്റെ കുടുംബമെന്ന് പറഞ്ഞാൽ സഹോദരിയെ അവിടെ മത്സരിപ്പിക്കുകയെന്നുമാണ് രാഹുൽ ഗാന്ധി ഉദ്ദേശിച്ചതെന്നും സുരേന്ദ്രൻ പരിഹാസത്തോടെ പറഞ്ഞു. അളിയൻ വാദ്ര ഗാന്ധിയെ പാലക്കാടും കൂടെ മത്സരിപ്പിച്ചാൽ കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം സംപൂജിരാവും, സംതൃപ്തിയടയും. ഇത്രമാത്രം കുടുംബാധിപത്യമുള്ള പാർട്ടി, ഒരു കുടുംബത്തിനു വേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന ഒരു പാർട്ടി ഭൂലോകത്ത് വേറെയില്ലെന്നും BJP അധ്യക്ഷൻ വിമർശിക്കുകയുണ്ടായി. എന്നാൽ ഇത്തരം മണ്ടൻ വിമർശനങ്ങൾക്കൊന്നും ചെവി കൊടുക്കാതെ തിരഞ്ഞെടുപ്പിനുള്ള ഒരുക്കത്തിലാണ് കോൺഗ്രസ്. വയനാട്ടിലേക്ക് മത്സരിക്കാനെത്തുന്നതിൽ ഏറെ സന്തോഷമുണ്ടെന്നും രാഹുലിന്റെ അസാന്നിധ്യം വയനാട്ടിലെ ജനങ്ങളെ അറിയിക്കില്ല എന്നും നല്ലൊരു ജനപ്രതിനിധിയാകാൻ താൻ പരമാവധി ശ്രമിക്കുമെന്നും പ്രിയങ്ക ഗാന്ധി പറഞ്ഞിരുന്നു. മാത്രമല്ല രാഹുൽ പറഞ്ഞതുപോലെ ഞങ്ങൾ രണ്ടുപേരും റായ്ബറേലിയിലും വയനാട്ടിലും ഉണ്ടാകുമെന്നും പ്രിയങ്ക ഗാന്ധി ഉറപ്പു നൽകിയിട്ടുണ്ട്. ഇന്ദിരാഗാന്ധിയും സോണിയാഗാന്ധിയും വിജയിച്ച റായ്ബറേലി കോൺഗ്രസിന്റെ പരമ്പരാഗത സീറ്റാണ്. വയനാടും റായ്ബറേലിയും പ്രിയപ്പെട്ടതാണെന്ന് രാഹുൽ ഗാന്ധി കഴിഞ്ഞ ദിവസം വയനാട്ടിൽ വെച്ച് പറഞ്ഞിരുന്നു. 2019 രാജ്യവ്യാപകമായി നരേന്ദ്രമോദി തരംഗം ആഞ്ഞടിച്ചപ്പോഴായിരുന്നു രാഹുൽ ഗാന്ധിയെ വയനാട് മത്സരിപ്പിക്കാൻ കോൺഗ്രസ് തീരുമാനിച്ചത്. ഇത് സംസ്ഥാനത്ത് രാഹുൽ തരംഗം രൂപപ്പെടുന്നതിനും കാരണമായി. അന്ന് CPIയുടെ PP സുനീർ ആയിരുന്നു എതിർ സ്ഥാനാർത്ഥി. 7 ലക്ഷത്തിലധികം വോട്ടായിരുന്നു രാഹുലിന് ലഭിച്ചത്. 4.31 ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷത്തിലായിരുന്നു രാഹുലിനെ ലോക്സഭയിലേക്ക് വയനാട് അയച്ചത്. രാഹുൽ തരംഗത്തിൽ അന്ന് 20ൽ 19 സീറ്റും UDF കേരളത്തിൽ നിന്ന് നേടി. എന്നാൽ 2024 ദേശീയ നേതാവ് ആനി രാജയെയായിരുന്നു രാഹുലിന്റെ എതിർ സ്ഥാനാർത്ഥിയായി CPI അവതരിപ്പിച്ചത്. 2019നേക്കാൾ 5% വോട്ട് കുറഞ്ഞുവെങ്കിലും രാഹുലിന്റെ വിജയത്തിന്റെ തിളക്കം മാത്രം കുറഞ്ഞിരുന്നില്ല. 3.64 ലക്ഷമായിരുന്നു ഭൂരിപക്ഷം. 6.47 ലക്ഷം വോട്ടാണ് രണ്ടാം അംഗത്തിന് രാഹുലിന് ലഭിച്ചത്.